Hello guys, എൻ്റെ പേര് അജിത്ത്. ഇപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ. കുറേ പേർക്കൊക്കെ ഓൾറെഡി എന്നെ അറിയുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മെൻറ്ററായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ച് കെമിസ്ട്രി ഒക്കെ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഓൾറെഡി എന്നെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ഇപ്പോൾ നീറ്റ് അടുത്തെത്താറായല്ലേ. നമ്മൾ എല്ലാവരും നിങ്ങൾ ഒരു കൊല്ലം അതിന് കൂടുതലോ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന എക്സാം അടുത്തെത്തി. അവസാനത്തെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു മാസത്തിൽ കുറവ് ടൈമിലാണ് നമ്മളുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. എങ്ങനെയാണ് പഠിക്കേണ്ടത്? കുറേ പേര് എന്താ പറയുക നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ടെൻഷൻ. ഇനി പഠിക്കാത്ത ആൾക്കാർക്കും ടെൻഷൻ, ഇതിപ്പോൾ ആദ്യം പഠിച്ച ആൾക്കാർക്കും ടെൻഷൻ. ഇതിപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് ടെൻഷൻ. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ തന്നെ മെൻറ്റർഷിപ്പിൻ്റെ കീഴിലുള്ള കുറച്ച് കുട്ടികൾ എന്നോട് എന്താ പറയുക ചോദിച്ചിരുന്നു, സാറേ ഭയങ്കര ടെൻഷൻ, റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെൻഷൻ എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ 2018 നീറ്റ് എഴുതിയ ആളാണ്. ഇപ്പോൾ 2017 നീറ്റ് ഞാൻ എഴുതിയിരുന്നു. അപ്പോൾ അതിൽ 543 മാർക്കായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓൾ ഇന്ത്യ റാങ്ക് 11,000 അടുത്തൊക്കെ ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു ജനറൽ കാറ്റഗറി ഒരു റാങ്ക് ഒരു മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതേ വർഷം തന്നെ എനിക്ക് എയിംസിൽ ഒരു 1000-ish റാങ്ക് കിട്ടിയിരുന്നു 2017 തന്നെ. അതുകൊണ്ട് എയിംസ് പാട്ന അല്ലെങ്കിൽ റായ്പൂർ കിട്ടുമായിരുന്നു ലാസ്റ്റ് റൗണ്ട് കൗൺസിലിങ്ങിന്. പക്ഷെ ഞാനത് ചൂസ് ചെയ്യാതെ ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാമെന്നാണ് വിചാരിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഓൾറെഡി ഞാൻ പഠിച്ച കോച്ചിങ് സെൻറ്ററിലെ ബുക്സും മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ വീട്ടിലിരുന്നിട്ട് ഒരു തവണ ട്രൈ ചെയ്യാം, ഒരു തവണയും കൂടി എഴുതി നോക്കാം. കാരണം വീണ്ടും എനിക്ക് ആ ഒരു പ്രോസസ്സിലൂടെ പോകാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ പഠിച്ച സെൻറ്ററിലെ സാർ എന്നെ വിളിച്ച് വീണ്ടും ഒരു തവണയും കൂടെ അജിത്ത് ഇവിടെ വാ, ട്രൈ ചെയ്യ്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്താ പറയുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ രണ്ടാമത്തെ തവണത്തെ പ്രിപ്പറേഷൻ്റെ സമയത്ത് താരതമ്യേന ഫസ്റ്റ് ടൈമിനെക്കാട്ടിലും ടെൻഷൻ കുറവായിരുന്നു. അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം തിയറി എന്ന് പറയുന്നത് ഒരിക്കലും തിയറി അല്ല നിങ്ങളെ എന്താ പറയുക നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ 12th, 11th, 12th പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഓൾറെഡി നിങ്ങൾക്കുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ അതിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് എന്താ പറയുക എക്സാമിൽ കറക്റ്റായിട്ട് ആ ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ അതിന് ബിലീവ് മീ, നിങ്ങൾക്ക് വേണ്ട കാര്യം തിയറി അല്ല, അതിന് നിങ്ങൾക്ക് വേണ്ട കാര്യം പ്രാക്ടീസ് ആണ്. അതാണ് രണ്ടാമത്തെ എന്താ പറയുക ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്വന്തം ലൈഫിൽ നിന്ന് മനസ്സിലായ കാര്യം. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ സെക്കൻഡ് ഇയർ ഞാൻ ചെയ്തതും അത് മാത്രമാണ്. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് എക്സാംസ് എഴുതുക, വന്ന എക്സാംസിലെല്ലാം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇതിനിടയിൽ എനിക്ക് ചില എക്സാംസിലൊക്കെ മാർക്ക് ഭയങ്കരമായിട്ട് കുറയുമായിരുന്നു. എന്താ പറയുക, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് 300-400 കിട്ടിയ എക്സാംസും ഉണ്ട് ഈ ഷോർട്ട് സിലബസ് ആയിട്ട് നടത്തുന്ന എക്സാംസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഭയങ്കര ഡൗൺ ആവുമായിരുന്നു. എനിക്ക് മൈഗ്രെയിനും കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വല്ല ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഉടനെ നല്ല തലവേദന വരും. നല്ല തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം പോയി, പിന്നെ ഒന്നും നോക്കാനില്ല. അപ്പം ഞാൻ എന്നെ പഠിപ്പിച്ചിരുന്ന എന്നെ സുവോളജി പഠിപ്പിച്ചിരുന്ന ഒരു വിനോദ് സാർ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് പോയി സംസാരിക്കുമായിരുന്നു. പുള്ളിയോട് സംസാരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡ്, വീണ്ടും തിരിച്ച ആൾ ബേസ് ലൈനിൽ നിന്ന് എത്തും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ താവുന്നതും ഇങ്ങനെ സ്ട്രെസ് അടിക്കുന്നതൊക്കെ എല്ലാവർക്കും, നല്ലോണം പഠിച്ച ആൾക്കാർക്കും പകുതി പഠിച്ചെത്തിയ ആൾക്കാർക്കും എല്ലാവർക്കും ഉള്ള സംഭവമാണ്. അപ്പോൾ അതെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം അംഗീകരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താണോ റിലീഫ് തോന്നുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണോ റിലീഫ് തോന്നുന്നത്, ഇപ്പോൾ കുറച്ച് പാട്ട് കേൾക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴായിരിക്കാം, പരമാവധി ടെക്നോളജീസ് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ അതിന് പകരം ചില്ല് ചെയ്യാൻ വേണ്ടി താഴത്തെ വീട്ടുകാരോട് പോയി സംസാരിക്കുക, എല്ലാവരുടെയും കൂടെ ഇരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1-1.5 മണിക്കൂർ ഫോണിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു കൊല്ലം പണിയെടുത്തതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ എൻ്റെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജേർണിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ആണ് ഏറ്റവും കീ ആയിട്ടുള്ള കാര്യം. സെക്കൻഡ് ഇയർ ഞാൻ എന്താ പറയുക ഇങ്ങനെയൊക്കെ ടെൻഷൻ ആവുമെങ്കിലും ഈ സാറിനോടൊക്കെ സാർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ മോട്ടിവേറ്റഡ് ആവും, കൂടുതൽ എക്സാമുകൾ എഴുതും, എക്സാമുകളിൽ വന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യും. അത്രയും ഞാൻ ഒരു കൊല്ലം ചെയ്തിരുന്നുള്ളൂ. ആ ഒരു ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം തിയറി പഠിച്ചതിനെക്കാട്ടിലും കൂടുതലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള ടൈം നിങ്ങളുടെ കയ്യിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. എല്ലാവരും മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓരോ എക്സാമിലും വന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ ആ എക്സാം എഴുതിയത് വെറുതെ ഒരു കാര്യമില്ലാതെ ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ ഭയങ്കര റിലീജിയസ് ആയി ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ റിസൾട്ടിൽ എന്താ പറയുക ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും നിങ്ങൾ എന്തായാലും ബെറ്റർ ആയിരിക്കും.
ഓക്കെ, ആ ഒരു അഷുറൻസ് എന്തായാലും എനിക്ക് തരാൻ പറ്റും. അപ്പോൾ എല്ലാവരും വളരെ കിടലിനായിട്ട് പ്രിപ്പയർ ചെയ്യുക, വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക. റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഗിവ് യുവർ ബെസ്റ്റ്. ഓക്കെ, ഗിവ് യുവർ ബെസ്റ്റ് ആൻഡ് റിസൾട്ട് വരുന്ന പോലെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.